ആദിവാസികളെന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യരെ കാഴ്ചവസ്തു പോലെ കാണാൻ ഇടയ്ക്കിടെ വാഹനത്തിൽ കയറിപ്പോകുന്ന മുതലാളിമാരുടെ ഒരു സംഘത്തിൽപ്പെട്ട 3-4 സാമൂഹ്യവിരുദ്ധരായ തെമ്മാടികളും ഭീകരവാദികളും തനിച്ചെറ്റകളുമായ കുറച്ചുപേർ ഒരു പാവം ആദിവാസി യുവാവിനെ വാഹനത്തിൽ കെട്ടി വലിച്ചുകൊണ്ടുപോയത്രേ. സത്യത്തിൽ ഇതിന് നീതിപൂർവമായ ശിക്ഷ കൊടുക്കേണ്ടത് യവനെയും ഇതുപോലെ വലിച്ചുകൊണ്ടുപോയാണ്. അതൊന്നും സാധ്യമല്ല. അവനെ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യമോ മറ്റുള്ള സംഗതികളോ എന്തെങ്കിലും കൊടുത്ത് യവനെയൊക്കെ തുറസായി വിടും. യഥാർത്ഥത്തിൽ ഇത്തരം തെണ്ടികളും ചെറ്റകളുമായ ആളുകൾ ഈ സമൂഹത്തിന് നാശവും നഷ്ടവുമാണ്. യവനെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കുകയും യവൻ്റെയൊക്കെ ദ്വാരങ്ങളിലാണ് പച്ചീർക്കിലും കമ്പിയൊക്കെ കയറ്റേണ്ടത്. യഥാർത്ഥത്തിൽ അത്രമേൽ ക്രൂരതയാണ് ആ മനുഷ്യനോട് യവന്മാർ പെരുമാറിയത്. മദ്യമോ കഞ്ചാവോ മയക്കുമരുന്നോ യഥേഷ്ടം കഴിച്ച് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജീവിച്ച് അഹങ്കരിക്കാനും അർമാദിക്കാനും കൂട്ടുചേർന്ന് പോകുന്ന തെമ്മാടിക്കൂട്ടങ്ങളുടെ പീഡനങ്ങൾക്കിരയാകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇതിപ്പോൾ ദൃശ്യവൽക്കരിച്ച് ആരൊക്കെയോ കണ്ടതുകൊണ്ടും പുറത്തു വന്നതുകൊണ്ടുമാണ് ആ പാവം മനുഷ്യൻ്റെ ദുരന്തം ലോകമറിഞ്ഞത്, നാടറിഞ്ഞത്. അയാൾ ചികിത്സയിലാണത്രേ. യവനെയൊക്കെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധനെ കൈകാര്യം ചെയ്യേണ്ട ക്രിയേറ്റീവായിട്ടുള്ള സമയമാണ് ഒരു സമൂഹത്തിൽ ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിച്ച് വായ്നോക്കികൾ അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നത്, സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി തമ്മിലടിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പിടിച്ചതിൽ ഒരുത്തൻ്റെ പേര് മുഹമ്മദ് അർഷദ്, മറ്റൊരുത്തൻ്റെ പേര് അഭിരാം. ഏതായാലും അങ്ങനെ ചില പേരുകൾ കൂടി ഇതിനകത്ത് വരുന്നതുകൊണ്ട് മറ്റവന്മാരിറങ്ങില്ല. അവന്മാരാരും ശബ്ദിച്ചിട്ടുമില്ല. ഇതിൽ മുഹമ്മദ് അർഷാദ് മാത്രമാണെങ്കിൽ ആദിവാസിയായ ഹിന്ദുവിന് പോലും കിടന്നു പൊറുക്കാനാവുന്നില്ലെന്ന് പറഞ്ഞ് തുറക്കുന്ന കുറേ ഊളകൾ കേരളത്തിലുണ്ട്. അവന്മാർ ബാക്കിയുള്ള കാര്യം വന്നാൽ അത് നമ്മുടെ ബിസിനസ് ചരക്കല്ല എന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറും. പണ്ട് നാട്ടിൻപുറത്ത് ചന്തയിലൊക്കെ ചാണകം കച്ചവടം ചെയ്യുന്ന വളക്കാരൻ വേറെന്തെങ്കിലും സാധനം വന്നാൽ ശ്രദ്ധിക്കാത്തതുപോലെ യവനൊക്കെ ഇഷ്ടപ്പെട്ടത് വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും അരികുവൽക്കരണവും ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ പറച്ചിലുമാണ്. എന്നാൽ സാമൂഹ്യ ദുരന്തങ്ങൾ ഈ സമൂഹത്തിൽ പല രൂപത്തിലും ഭാവത്തിലും, കള്ളിൻ്റെ രൂപത്തിൽ, കഞ്ചാവിൻ്റെ രൂപത്തിൽ, നിയമത്തിൻ്റെ ദുർബലാവസ്ഥയിൽ, നിയമം നടത്തിപ്പിൻ്റെ വീഴ്ചകളിൽ വല്ലാണ്ട് വർദ്ധിക്കുന്നു എന്ന കാര്യം യവറ്റകളൊക്കെയും മറന്നുപോവുകയും യവനൊക്കെയും വർഗീയതയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും അഭിരമിക്കുന്നു എന്നതാണ് സത്യം. പൊതുസമൂഹം ജാഗ്രതയോടെ യവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ രംഗത്തിറങ്ങേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ചില തെമ്മാടികളെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ചില നെക്സലൈറ്റ് സംഘങ്ങളൊക്കെ പണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. യവൻ്റെയൊക്കെ അവയവങ്ങൾ ഛേദിച്ചും യവനൊക്കെ കണക്കിന് കൊടുത്തുമാണ് അവർ നമ്മുടെ ദുർബലമായ നിയമവ്യവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തിയത്. ശരിയല്ലത് അംഗീകരിക്കാനും ആവില്ലെങ്കിലും യവനെപ്പോലുള്ളവനെയൊക്കെ സംരക്ഷിക്കുന്ന, യവനൊക്കെ ജാമ്യം നിൽക്കാൻ, യവനെയൊക്കെ പുറത്തിറക്കാൻ, യവനൊക്കെ വേണ്ടി ശുപാർശ ചെയ്യാൻ അണിയറയിലൊക്കെ ധാരാളം ആളുകൾ കാത്തിരിക്കുന്ന കാലത്ത് യവനൊന്നും അർഹിക്കുന്നത് കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കിട്ടിയെങ്കിൽ ഭാഗ്യം.